നൊന്തുപെറ്റ് മുലയൂട്ടി വളർത്തിയ അമ്മ അവരുടെ അവസാന നാളുകളിൽ അവരുടെ അന്ത്യാഭിലാഷമെന്ന് പറയുന്ന സ്വന്തം മകളെ ഒരു നോക്ക് കണ്ടിട്ട് വേദനകളില്ലാത്ത ലോകത്തിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. വളരെ വേദനയുണ്ട് ഇത് കേൾക്കുമ്പോൾ. എന്നിട്ട് താണ് വീണ് അവരുടെ പണം വാങ്ങാനോ മറ്റെന്തെങ്കിലും ശുശ്രൂഷ കിട്ടാനോ വേണ്ടിയായിരുന്നു. ഒരു നോക്ക് എൻ്റെ മകളെ ഒന്ന് കാണാനുള്ള അമ്മയുടെ അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള മതദേഹങ്ങൾ, മതചങ്ങലകൾ മൂടിയിരിക്കുന്ന മാറാലകളുള്ള ഒരു വിശ്വാസ സംഹിത. എന്തിനാണ് അതിന് മതമെന്ന് നമ്മൾ പേരിടുന്നത്? ആരുടേതായാലും ശരി. ഇതാണോ ഇസ്ലാം മതമെന്ന് പറയുന്നത്? സമാധാനത്തിൻ്റെ മതമെന്ന് പറയുന്ന പരമകാരുണികനായ പ്രവാചകൻ്റെ മതമെന്ന് പറയുന്ന ഇതാണോ നിങ്ങൾ ആ അമ്മയോട് കാണിക്കുന്ന കാരുണ്യം? ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല. ആ മതത്തെ ഫണ്ടമെൻ്റലിസമാക്കി അതിനെ റാഡിക്കലൈസ് ചെയ്യുന്ന ചില ശക്തികളുടെ പ്രേരണയാണ്. ആ ശക്തികൾ കേരളത്തിൽ വളരെ പ്രവർത്തന സജ്ജമാണ്. അതിനനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഇവിടുത്തെ ഭരണകൂടങ്ങളും ഇവിടുത്തെ കുറേ പ്രതിഭാശാലികളെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരും ചേർന്ന് സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ സമഗ്രമായിട്ട് അപഗ്രഥിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ കല്യാണം കഴിക്കുന്നതിനോ മറ്റ് മതങ്ങളിലേക്ക് ആളുകളെ കല്യാണം കഴിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അവിടെ പക്ഷേ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾക്ക് പോലും വിരുദ്ധമായിട്ടുള്ള മതിലുകൾ നിർമ്മിക്കുന്നതാണ്.